ഗൗരി രുദ്രാക്ഷം ഭാഗം 8. രചന അവതരണം കാവ്യ വിമൽ. രുദ്രൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി നേരെ പോയത് നാഗക്കാവിലേക്കാണ്. എന്നാൽ അവൻ കരുതിയതുപോലെ അവിടെ ആരും തന്നെ വന്നതായോ നിന്നതായോ തോന്നിയിരുന്നില്ല. 2 കൈയും ഇടുപ്പിന് കൊടുത്ത് അവൻ ഒരു നിമിഷം ശ്വാസം എടുത്തുവിട്ട് ചുറ്റും നിരീക്ഷിച്ചു. ഇല്ല, ആരുമില്ല. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി. ശേഷം അന്നത്തെ ഓർമ്മയിൽ കളരിയിലേക്ക് നടന്നു. അങ്ങേയറ്റം നിശബ്ദത. അവൻ്റെ കാലടികൾ പതിയുന്നിടത്തെ കരിയിലകൾ ഞെരിഞ്ഞിരുന്ന ശബ്ദം മാത്രം. രുദ്ര, എന്താടാ? എന്തിനാ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? അടുക്കള ഭാഗത്തെ ജനാല വഴി അച്ചമ്മയുടെ ശബ്ദം അവനെ തേടിയെത്തിയതിനൊപ്പം അടുക്കളമുറ്റത്തെ ലൈറ്റും തെളിഞ്ഞു. വാതിലും തുറന്നു. അച്ചമ്മ എന്താ ഈ നേരത്ത്? അവരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പകരം മറുചോദ്യം ചോദിച്ചതും ഞാൻ ദാഹം തോന്നി കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ, ഒരു പതർച്ചയോടെ പറഞ്ഞവർ അവനിൽ നിന്ന് മുഖം തിരിച്ചു. അതിന് അമ്മ രാത്രിയിൽ അച്ചമ്മയ്ക്കുള്ള വെള്ളം കൊണ്ടുവച്ചിട്ടല്ലേ വന്ന് കിടന്നത്? രുദ്രൻ സാധാരണ പോലെ സംശയത്തോടെ ചോദിച്ചു. അത് എനിക്കിത്തിരി ചൂട് ജീരകവെള്ളം കുടിക്കാൻ തോന്നി. തൊണ്ടയിലൊരു കുത്തല് പോലെ. വേഗം പറഞ്ഞവർ വെള്ളം തിളപ്പിക്കാനായി വെച്ചു. അല്ല, നീ എന്തിനാടാ ലൈറ്റൊന്നും ഇടാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അച്ചമ്മ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കളരിയിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്ന രുദ്രൻ അവരിലേക്ക് തിരിഞ്ഞു. എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കിയതാ, ഒന്നും കണ്ടില്ല. അത് വിട്, അച്ചമ്മ പോയി കിടന്നോ. അതും പറഞ്ഞവൻ മുറിയിലേക്ക് പോയതും മുത്തശ്ശി തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളവും കൊണ്ട് വേഗം മുറിയിലേക്ക് കയറി വാതിലടച്ച് കൊളുത്തിട്ടു. ഇതേ സമയം മുറിയിൽ ചെന്ന രുദ്രൻ പല ചിന്തയിലായിരുന്നു. അവൻ കണ്ട സ്വപ്നവും രാത്രിയിൽ കേൾക്കുന്ന ആ പാദസരക്കിലുക്കവും ഒക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ ആകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നിയവന്. എന്നാലും ആരായിരിക്കും അത്? ഇന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വീണ്ടും ചിന്ത ആ കിലുക്കത്തിലേക്ക് എത്തിയതും ആളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നിരാശയോടെ സ്വയം തുടയിലൊന്ന് തല്ലിയവൻ. ഏറെ നേരം ഉറക്കം വരാതെ കിടന്നവൻ പിന്നീട് വെളുപ്പിനെപ്പോഴോ ആണ് ഒന്നുറങ്ങിയത്. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണി സമയം. ഗൗരി തൻ്റെ വലിയ ബാഗുകൾ 2ഉം എടുത്ത് പുറത്തേക്ക് വച്ചപ്പോഴേക്കും അച്ഛൻ വണ്ടി എടുത്തിട്ടിരുന്നു. അമ്മേ, പോയിട്ട് വരാം. ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞേ വരൂ. അറിയാലോ, നല്ല തിരക്കാണ്. പ്രോജക്റ്റും കാര്യങ്ങളുമായി ഇനി ഇപ്പോഴൊന്നും വരാൻ കഴിയില്ല. സങ്കടത്തോടെ നിൽക്കുന്ന അമ്മയോട് യാത്ര പറഞ്ഞവൾ ബാഗുകൾ ഡിക്കിയിലേക്ക് എടുത്ത് വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ വന്ന് അവളുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങി. മഹിയേട്ടാ, മോളുടെ ബസ് എടുത്ത ശേഷം വന്നാൽ മതി കേട്ടോ. ഭാര്യ പറഞ്ഞതും അദ്ദേഹം തലയനക്കി. വല്യമ്മേ, പോയിട്ട് വരാം പറഞ്ഞവൾ നേരെ ചെന്നത് അച്ചാച്ചൻ്റെ അടുത്തേക്കാണ്. അച്ചച്ച, ഞാൻ പോയിട്ട് വരാം. ചാരുകസേരയിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹം അവൾ പറഞ്ഞത് കേട്ട് കണ്ണുകൾ തുറന്നു നോക്കി. ഇനി എന്നത്തേക്കാ മടക്കം? ഗൗരവത്തോടെയാണ് ചോദ്യം. അടുത്ത മാസം കഴിഞ്ഞാൽ ഫൈനൽ എക്സാമാണ്. പിന്നെ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ വരാൻ കഴിയൂ. ശബ്ദം താഴ്ത്തി ബഹുമാനത്തോടെയാണ് അവൾ പറയുന്നത്. അറിയാലോ കാര്യങ്ങളൊക്കെ. എല്ലാം ഓർമ്മയിരിക്കണം. വേണ്ടാത്തതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ശങ്കരനാരായണൻ്റെ ആ ഓർമ്മപ്പെടുത്തലിൽ അവളുടെ മുഖമൊന്ന് മങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരി വരുത്തി തലയനക്കിയവൾ. എല്ലാ പ്രാവശ്യവും താൻ വന്നു പോകുമ്പോൾ പറയാറുള്ള കാര്യമാണിത്. കേൾക്കുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. എൻ്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ടതുപോലെയല്ലേ ജീവിക്കേണ്ടത്? എൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ തടയിട്ട് നിർത്തിയിട്ട് എന്ത് കിട്ടാനാണ് എല്ലാവർക്കും? ഓർത്തവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കവിളിലൊരു ഉമ്മയും കൊടുത്ത് വണ്ടിയിലേക്ക് കയറി. അമ്മ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുനീരൊപ്പി നിന്നു. കാർ അകന്നു പോകുമ്പോൾ ആ അമ്മ മനമൊന്ന് പിടഞ്ഞു. അച്ഛാ, അതാ ബസ്. ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബുക്കിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ വലിയ AC ബസ്സിലേക്ക് അവളുടെ കൂടെ കയറി അദ്ദേഹം ബാഗൊക്കെ അടുത്തായി വെച്ച് കൊടുത്തു. മോളെ, സൂക്ഷിക്കണം. ഇത് വെച്ചോ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം കേട്ടോ. സ്നേഹത്തോടെ പറഞ്ഞ് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരു ബ്ലാക്ക് ഹുഡി ജാക്കറ്റ് ധരിച്ച് മാസ്കൊക്കെ വെച്ചൊരു ചെറുപ്പക്കാരൻ ബസ്സിലേക്ക് കയറിപ്പോയി. മഹാദേവൻ ആ രൂപത്തെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്കിറങ്ങി. തുടരും. സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു.